നമ്മുടെ കേസ് കിട്ടുമോ? അതായത് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഈ എല്ലാ ദിവസവും കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടുന്നല്ലാതെ ഒന്നും തന്നെ കുറയുന്നില്ലല്ലോ. ലൈഫ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ്. ലൈഫിൽ ഒരു തീരുമാനങ്ങൾ മുന്നോട്ട് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ലൈഫ് ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. പല പ്രശ്നങ്ങളും നേരിടുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. പലരുടെയും മുൻപിൽ ചിലപ്പോൾ ആരും അറിയാതെ രാത്രി കാലങ്ങളിൽ ഒരു പുതപ്പിനടിയിരുന്ന് പൊട്ടിക്കരയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ലൈഫ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം, തീർന്നു, ഇനിയെങ്കിലും മുന്നോട്ട് എങ്ങനെ പോകും, ഇങ്ങനെ പോകാൻ എത്ര നാൾ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ തോന്നും എല്ലാ ദിവസവും ഇങ്ങനെ വിഷമാണെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് ഇങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലൈഫ് നിങ്ങളെ മോൾഡ് ചെയ്യാണ്. കാര്യം വല്ലതും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനെ നേരിട്ട് ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ മറികടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും. ആ പ്രശ്നത്തെ മറികടക്കാനുള്ള മെൻ്റൽ കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓരോ പ്രശ്നങ്ങളിലും സൊല്യൂഷൻ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് പറ്റുക. അപ്പോൾ ഇപ്പം കാണുന്ന ഈ ഒരു പ്രശ്നമുണ്ട്, ഈ കല്ലും മുള്ളും ചവിട്ടി കാനന പാതയും കടന്നാലാണല്ലോ അയ്യപ്പനെ കാണാൻ പറ്റുക. അതേമാതിരി തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. പക്ഷേ അൾട്ടിമേറ്റ് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ പറയുന്നത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ ക്ഷമ കാണിക്കുക, കല്ലും മുള്ളും ചവിട്ടുക, കാനന പാതകൾ താണ്ടുക.